ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം ഹൈദരാബാദിലേക്കും. സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിൽ വെച്ച് തട്ടിയെടുത്തെന്ന സംശയം. ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം SIT തലവൻ H വെങ്കടേഷ് നാളെ സന്നിധാനത്തെത്തുന്നുണ്ട്. പ്രത്യേക സംഘം പത്തനംതിട്ടയിൽ യോഗവും ചേരും. സമഗ്ര വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഹൈദരാബാദിലേക്കടക്കം അന്വേഷണം വ്യാപിക്കുകയാണ്. ഒരാളെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത വിധം പഴുതടച്ചുള്ള നീക്കങ്ങൾ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ സംശയങ്ങൾ ഉള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിക്കുന്നത്. കാരണം ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ആദ്യം നേരിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരുന്നില്ല. 39 ദിവസത്തിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനു മുൻപ് അവർ ബാംഗ്ലൂർ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ഹൈദരാബാദിൽ എത്തിച്ചിരുന്നു. ഹൈദരാബാദിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള നാഗേഷിൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആ ദ്വാരപാലക ശില്പങ്ങൾ അത് മറച്ചുവിറ്റോ എന്നുള്ളൊരു സംശയം നിലവിൽ SIT സംഘത്തിന് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് SIT സംഘം ഇതിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹൈദരാബാദിലേക്ക് കൂടി SIT സംഘം എത്തുന്നത്. ഇതിൽ നാഗേഷിനെ ഉൾപ്പെടെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഏതൊക്കെ വഴിയാണോ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇവർ കൊണ്ടുപോയിരിക്കുന്നത്, ആ വഴിയെ എല്ലാം SIT സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഈ നാഗേഷ് ഇവിടെ തലസ്ഥാനത്ത് എത്തിയിരുന്നതായും ചില സൂചനകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എത്തിയിരുന്നതായിട്ടുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താനുള്ളൊരു തീരുമാനം അതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം വ്യാപിപ്പിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി SIT പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള ഫയലുകൾ, രേഖകൾ ഒക്കെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള H വെങ്കടേഷ് ADGP നാളെ ശബരിമല സന്നിധാനത്തേക്ക് കൂടി എത്തുകയാണ്. കഴിഞ്ഞ ദിവസം SIT ശബരിമലയിലെത്തിയും കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു, രേഖകൾ പരിശോധിച്ചിരുന്നു. അവിടുത്തെ ക്ഷേത്ര മേൽശാന്തിയുമായും അതോടൊപ്പം തന്നെ ജീവനക്കാരുമായും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ H വെങ്കടേഷ് നേരിട്ട് എത്തുന്നു. അതിനുശേഷം ശബരിമലയിൽ തന്നെ ഒരു പ്രത്യേക യോഗം SITയുടെ ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ തന്നെ ഒരു ക്യാമ്പ് ഓഫീസ് ആരംഭിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നേരത്തെ തന്നെ SIT തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ ഈ സ്വർണ്ണ പാളികൾ അത് എവിടെയൊക്കെ ഇവർ കൊണ്ടുപോയിട്ടുണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം എത്തി അന്വേഷണം കൃത്യമായ രീതിയിൽ തെളിവ് ശേഖരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനം കൂടിയാണ് SIT സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഷീജയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. പഴുതടച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. H വെങ്കടേഷ് നാളെ സന്നിധാനത്തെത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷീജ നൽകിയത്.